ഹലോ ഗായ്സ്, വെൽക്കം ടു സഫ്വാൻസ് വ്ലോഗ്. വന്നിട്ടുള്ളത് നമ്മുടെ വലിയ തേനീച്ച കോളനിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ അടപ്പുഴു കയറുക എന്നതാണ്. നമ്മൾ ഈ കോളനിയിൽ വളരെ കുറച്ച് ഈച്ചകളുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടപ്പുഴയുടെ ആക്രമണം നല്ല രീതിയിൽ തന്നെ രൂക്ഷമായിട്ടുണ്ട്. നമ്മുടെ അടപ്പുഴു നല്ല രീതിയിൽ തന്നെ മുട്ടയിട്ടിട്ട് ലാർവ കണ്ടിട്ട് വിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് വ്യക്തമായിട്ട് കാണാം. നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാം നമ്മളെ അടപ്പുഴുക്കൾ അരിച്ച് നടക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഈച്ചകളുടെ സ്ട്രെങ്ത്ത് പറ്റെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടപ്പുഴുകളെയൊക്കെ ക്ലിയർ ആക്കി വെച്ച് കൊടുക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഈച്ചകൾ വളരെ കമ്മിയായിട്ടുണ്ട് ഞാൻ നോക്കാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിനി കോളനിക്ക് ഫീഡ് ചെയ്യാൻ പോവാണ്. ഫീഡ് മഴക്കാലം കഴിയാറായി. മഴക്കാലം ശരിക്കും മഴ പെയ്യൽ നിന്നുപോയി. കാരണം ശക്തമായിട്ട് പെയ്യുന്ന സമയം കഴിഞ്ഞു. എന്നാലും ഈച്ചകൾ വളരെ കമ്മിയായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫീഡ് ചെയ്യാമെന്ന് കരുതി. ഇവിടെ കുറച്ച് ചെറുതേന് പോയി എടുത്തത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ തേന് എല്ലാം നമ്മുടെ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് വെച്ച് കൊടുക്കാനാണ് കരുതുന്നത്. നമ്മൾ അടപ്പുഴുവിൻ്റെ ലാർവയൊക്കെ എടുത്ത് ഒഴിവാക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഹണി ചേമ്പറിൻ്റെ റാട്ട് ഇടാതെ ആ ബോക്സ് മാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫീഡ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ചെറുതേനീച്ചയുടെ മിക്സ് എല്ലാം വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഈച്ചകൾ വീണിട്ട് ചാകാതിരിക്കാൻ കുറച്ച് ഇലകളോ അതുപോലെ തന്നെ ഈ നമ്മളെ മരപ്പീസുകളൊക്കെ വെച്ച് കൊടുത്താൽ ഈച്ചകൾ ചാകാതെ അതിൽ പിടിച്ചിട്ട് അവർ കയറിക്കൊള്ളും. വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശവും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സും ലൈക്കും ഷെയറൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറുതേനീച്ച കൂടിന് നമ്മളെ ചാനലിന് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാനൊരു ചെറുതേനീച്ച കോളനി ഗിവ് അവേ നൽകുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡായി നടക്കുന്നുകൊണ്ടിരിക്കുന്ന ഗിവ് അവേയിൽ ഞാനും ഒന്ന് കൈവച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം 1K എത്തിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ചെറുതേനീച്ച കോളനി എല്ലാവർക്കും ഫ്രീ ആയിട്ട് എല്ലാവരെയും കമൻറ്റ് പിക്കിൽ വഴി നല്ല രീതിയിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ചെറുതേനീച്ച കോളനി എല്ലാവർക്കും നൽകുന്നതാണ്.